ഹലോ, പോലീസ് സ്റ്റേഷൻ. എന്താ മിസ്റ്റർ സുരേന്ദ്രൻ? അവനെ ഫോളോ ചെയ്യേ. വീടിന്റെ മുൻവശത്തൂടെ വന്നൂടെ? പിന്നെ ഇവിടെ പാത്തും പതിങ്ങുള്ള കച്ചവടമൊന്നുമില്ല. താനെന്താടോ നിന്നോണ്ട് കിതക്കുന്നേ? ചോദിച്ചാ കേട്ടില്ലേ? തന്റെ നാ ഇറങ്ങിപ്പോയോ? ഒന്ന് പതുക്കെ പറ. എന്തിനാ? ഇത് എന്റെ വീടാ. അല്ലേ ഒരുത്തം പാതിരായ്ക്ക് ഓടിക്കയറി വന്ന് ഗുണദോഷിക്കുന്നു. താനെന്താ എന്റെ കെട്ടിയനാണോ? എന്റെ പിന്നാലെ പോലീസുണ്ട്. ആഹാ, പോലീസിനെ കൊണ്ടാണോ വന്നത്? അല്ലെങ്കിൽ തന്നെ പോലീസിന്റെ ശല്യം കൊണ്ട് ഇവിടെ കിടന്നു പുറക്കാൻ വയ്യ. ഇറങ്ങണ പുറത്ത്. മിണ്ടിപ്പോരുത്. കത്തി കാണിച്ചെന്നെ പേടിപ്പിക്കുകയാണോ? കഠോരെ മടി വെച്ചോണ്ട് നടക്കുന്നവരുടെ കൂടെ കിടക്കുന്നവളാ ഈ ഞാൻ. ആ കത്തിങ്ങ് തന്നാട്ട്. പിന്നെ ഇവിടെ ഒളിച്ചിരിക്കണമെന്ന് വിചാരിക്കണ്ട. പോലീസ് വന്നാൽ തന്നെ ഞാൻ പിടിച്ചു കൊടുക്കും. എടിപെണ്ണേ, ഒരാളിങ്ങോട്ട് വന്നു. വന്നല്ലോ. എന്നിട്ട് അവനവിടെ പോയല്ലോ. എന്തെന്നാടി വന്നല്ലോ പോയല്ലോ എന്ന് പറയുന്നത്? അവൻ എവിടെന്നാ ചോദിച്ചു? അത് നമ്മുടെ രാമൻ വൈദ്യരല്ലേ. അങ്ങനെ ഇവിടെ വന്ന് അമ്മയെ നോക്കിയിട്ട് മരുന്നും കുടിച്ചു വന്നിട്ട് പോയി. എടി, വൈദ്യരും ഡോക്ടറും ഒന്നല്ല, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്നോ എന്ന്. അയ്യോ, ചെറുപ്പക്കാരനോ? എന്റെ പൊന്നു സാറേ, അങ്ങനെ ആരും ഇന്നിങ്ങോട്ട് വന്നേയില്ല. സംശയമാണെങ്കിലേ കേറി നോക്കിക്കോ. അവനവിടെ ഇല്ല സർ. നമുക്ക് അവന്റെ വീടിനടുത്ത് കാത്തു നിൽക്കാം. എന്തായാലും അവൻ അവിടെ വരാതിരിക്കില്ലല്ലോ. അവിടെ വെച്ച് പിടിക്കാം. യെസ് സർ. താനാളൊരു ധീരനാണല്ലോടോ. പോലീസും താനുമായിട്ടുള്ള ഇടപാടെന്താ? വല്ലവരുടെ മോഷ്ടിച്ചോ? പിടിച്ചു പറിച്ചോ? തന്നെ കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോടോ. ഞാൻ ആരോ ആവട്ടെ, നിനക്കെന്താ? ഇത് വെച്ചോ. തനിക്കിന്നൂടെ കിടക്കാവോ? ഇത് അതിനല്ല, പോലീസിൽ നിന്ന് രക്ഷിച്ചതിനാണ്. ഓഹോ, രക്ഷിച്ചതിനുള്ള കൈക്കൂലി. താനൊരു കാര്യം ചെയ്യ്, കാശെടുത്ത് പറിച്ചു വെച്ചിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്.
ഞാൻ പോകുന്നു. അമ്മയ്ക്ക് വെള്ളം വേണോ? ഞാനിപ്പോ കൊണ്ടുവരാം. ഇത് എന്റെ അമ്മയാ. ഒരുപാട് കാലമായി കയ്യും കാലും തളർന്നു കിടക്കുക. സംസാരിക്കാൻ പോലും വയ്യ. തന്നോട് എന്തിനാ ഞാനിതൊക്കെ പറയുന്നേ? താൻ പോ. ഇഞ്ചക്ഷനുള്ള മരുന്നും ക്യാപ്സൂൾസും വേഗം വാങ്ങിക്കൊണ്ടുവരും. ഇവിടെ സ്റ്റോക്കില്ല. സിസ്റ്റർ, ഇവരെ നോക്കിക്കോളൂ. 255 രൂപ 30 പൈസ. എന്റെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. ബാക്കി പിന്നെ കൊണ്ടും തരാം. നിങ്ങളെന്താ തമാശ കളിക്കുന്നു? കാശ് മുഴുവൻ കൊണ്ട് തന്നിട്ട് മരുന്ന് കൊണ്ടുപോയാൽ മതി. ഓരോന്ന് കയറി വന്നോളൂ, നേരം കളയാം. സാവിത്രി, നീ ഇവിടെ? അമ്മയ്ക്ക് പെട്ടെന്ന് സൂക്കേട് കൂടുതലായി. ഇവിടെ കൊണ്ടുവന്ന് ആശുപത്രി കിടത്തിയിരിക്കുക. മരുന്നിന് കാശ് തികയത്തില്ല. ചേട്ടന്റെ കാശുണ്ടെങ്കിൽ 200 രൂപ താ. നാട്ടിൽ ചെന്നിട്ട് തരാം. അയ്യോ, എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. ആ, കുട്ടിക്ക് 250 രൂപയല്ലേ വേണ്ടത്? അതെ. ഞാൻ വഴി ഉണ്ടാക്കാം. വാ. സാറേ, സാറേ. ആരാ അത്? ഞാനാ പിള്ളേ. നമസ്കാരം. എന്താ പിള്ളേ? എന്റെ പെങ്ങളെ പോലെയാ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശില്ല. സാർ ഒരു 250 രൂപ കൊടുത്തേ. ഇതിരിക്കട്ടെ. എത്ര പേരെയാ സാർ ഇങ്ങനെ ദിവസവും സഹായിക്കുന്നത്? ആ കുട്ടി, ആ കാശ് തന്നെ. ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. എന്താ പേര്? സാവിത്രി. കുമാരപിള്ളച്ചേട്ടൻ. അയാൾ മരുന്ന് വാങ്ങിക്കാൻ പോയിക്കല്ലേ? വരും, നമുക്ക് അകത്തേക്ക് പോവാം. പേടിക്കണ്ട, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വരും. എന്തിന്? അത് മനസ്സിലാക്കാനുള്ള പ്രായം സാവിത്രിക്കുണ്ടല്ലോ. എനിക്ക് പോണം. പോയിക്കോളൂ. എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചു തന്നിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. പണം കുമാരപിള്ളച്ചേട്ടൻ കൊണ്ടുപോയി. ആ, നിന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനല്ലേ? ഒന്നുകിൽ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. എനിക്ക് ആ, വാ. ഇങ്ങോട്ട് വാടി തന്നെ. ബഹളം വയ്ക്കാതെ ഇങ്ങോട്ട് വാ. ആ, ഇങ്ങോട്ട് വാ. എന്ത് വേണം? നമ്മളെ തെരുവിലുള്ളൊരു പയ്യൻ. ഇവൻ തന്നെയാ. കൂട്ടിക്കൊണ്ടുപോകാനാ നമ്മള് വന്നത്. ഓഹോ, എന്നാ കൂട്ടിക്കൊണ്ട് വെക്കൂ. ഓനെ അകത്തോട്ട് പൂട്ടിയിട്ട് താക്കോല് നിങ്ങൾ വെച്ചിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞാൽ എങ്ങനെയാ സാറേ? തുറന്നു വിട് സാറേ. അവൻ ഹോട്ടലിൽ വെച്ച് മാന്യന്മാരെ ആളുകളെ അടിക്കുകയും
ആക്ഷേപിക്കുകയും ചെയ്യാനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. സാറേ, വയറ്റിപ്പഴപ്പിന് വേണ്ടി ഹോട്ടലിൽ ഡാൻസ് ചെയ്യാൻ പോയൊരു പെണ്ണിനെ 10 പേരുടെ മുമ്പിൽ വെച്ച് അവമാനിച്ചൊരു മാന്യനെ ഓൻ അടിച്ചു എന്നുള്ളത് ശരിയാ. പക്കെങ്കില് മാന്യം വെളിയിലും പാവപ്പെട്ടവനാവും. എടോ കാക്ക, ഇത് പോലീസ് സ്റ്റേഷനാ. ഈ ഇരിക്കുന്ന ഏമാനാ. ഇദ്ദേഹത്തിന് മുമ്പിൽ തല കുരിച്ചു വേണം നിൽക്കാൻ. എന്റെ കുട്ടമ്പിള്ള സാറേ, നമ്മൾ ആരും മുമ്പിലും തല പൊന്തിക്കാറില്ല. പക്ഷേങ്കില് കുനിക്കുന്നെങ്കിൽ അത് പടച്ചോന്റെ മുമ്പിൽ മാത്രമേ കുനിക്കൂ. നിങ്ങൾ അധികം സംസാരിക്കണ്ട. ഇവനെ വെളിയിൽ വിടണമെങ്കിൽ ഒരു വക്കീലിനെ വിളിച്ചുകൊണ്ട് വന്ന് ജാമ്യത്തിലെടുക്കണം. അല്ലെങ്കിൽ 10 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അവിടെ വന്ന് ജാമ്യത്തിലെടുത്തുള്ളൂ. അല്ലാ, ഇനിയിപ്പം വക്കീലിനെ അന്വേഷിച്ചു നമ്മൾ എവിടെ പോവാനാ? അക്കാര്യത്തിൽ കാക്ക വിഷമിക്കണ്ട. വക്കീല് ഞാൻ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഒരു ചുണക്കുട്ടിയാടാ. എന്റെ കയ്യിൽ ഇത്രയുണ്ടെന്ന് നമ്മൾ കരുതിയിലടാ മോനെ. ഇതാ ഗോപിയുടെ ജാമ്യാപേക്ഷ. കുട്ടമ്പിള്ളേ, യെസ് സർ. ഗോപിയെ തുറന്നോടൂ. യെസ് സർ.